മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 49-ാം സങ്കീർത്തനം 20-ാം തിരുവാക്യം, മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. എന്തുമാത്രം അർത്ഥവത്തായ ഒരു വെളിപാടാണ് ഈ വചനം നമുക്ക് തരുന്നത്. മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയിലേക്ക് ഈ വചനം വെളിച്ചം വീശുകയാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന്റെ, സ്നേഹത്തിന്റെ, കൃപയുടെ ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിന്റെ വിവിധങ്ങളായ തകർച്ചകള്, വിട്ടുമാറാത്ത രോഗങ്ങള്, മക്കളെ കുറിച്ചുള്ള ആകുലതകള്, സാമ്പത്തികമായ കടബാധ്യതകൾ എന്ന് വേണ്ട ഒരുപാട് പ്രതിസന്ധികൾ. ഇതെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുക്കുവാൻ, നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യുവാൻ, നമ്മുടെ ജീവിതങ്ങളെ മേൽ പരിവർത്തിക്കുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന സമയം. ഒരു നിമിഷം നമ്മളെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണ തീയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ, ഞങ്ങളിൽ കത്തിപ്പടരണമേ. സകല ആസക്തികളെയും ജഡമോഹങ്ങളെയും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ തീയായി ഇറങ്ങി വന്ന് കരിച്ചു കളയണമേ, നിർവീര്യമാക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നമ്മൾ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും പ്രകാരത്തിൽ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരണ തീയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തീയിറങ്ങട്ടെ, നമ്മുടെ തലമുറകളിലേക്ക് തീയിറങ്ങട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് അഗ്നി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ തീയായി ഇറങ്ങി വരണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഓ ഹോളി സ്പിരിറ്റ് ഫയർ, തീയിറങ്ങട്ടെ പരിശുദ്ധാത്മാവേ. സകല കെട്ടുകളെയും കരിച്ചു കളയുന്ന തീ, എല്ലാ നുഖങ്ങളെയും മുടിക്കുന്ന തീ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന തീയായി പരിശുദ്ധാത്മാവേ വരണമേ.
അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. വലിയ ദാഹത്തോടെ പാടി പ്രാർത്ഥിച്ച് എല്ലാവരും ചേർന്ന് അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കണമേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമലോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മ ഏറ്റെടുക്കുന്ന സമയം, ആത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്ന സമയം, സ്വർഗീയ തീയായ ആത്മാവ് ഇറങ്ങി വരുന്ന സമയം എല്ലാം മറന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ വരിക, 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 വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപാസക്തികളെ, ലോകമോഹങ്ങളെ, ജഡീക ബന്ധനങ്ങളെ സ്വർഗീയ തീയായി ഇറങ്ങി വന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ കറപെടുത്ത് കിടക്കുന്ന പാപക്കറകളിലേക്ക് പരിശുദ്ധാത്മാവേ അഭിഷേക തീയായി തീയായി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തെ തടയുന്ന, അഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപാസക്തികളിലേക്കും സ്വർഗീയ തീയായി ഇറങ്ങി വരിക. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ തലമുറകളെ ശുദ്ധീകരിക്കണമേ, സഭാ കൂട്ടായ്മകളെ ശുദ്ധീകരിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മുടെ കരങ്ങൾ പരസ്പരം ഈശോയുടെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നമ്മൾ കോർത്തു പിടിക്കുകയാണ്. ഈ സമയം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിലവിളിയോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസന്നിധിക്ക് പോരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനന്തമായ കരുണ ഈ ആത്മാക്കളിലേക്ക് എല്ലാം ഒഴുകപ്പെടുന്ന സമയമാണ്. കരങ്ങൾ കോർത്തു പിടിച്ച് വലിയ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ കൈക്കൊള്ളണമേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ. ഈശോയേ, ഈശോയേ, ഈശോ വഴിയായി കൈക്കൊള്ളണമേ. പിതാവേ, ഈ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഓർത്ത് പിടിച്ച കാര്യങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നിൻ തിരുസുധനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. കർത്താവേ, കരുണ വർഷിക്കണമേ, ശുദ്ധിയുടെ ആത്മാക്കളുടെ മേൽ കരുണ വർഷിക്കണമേ, അവരെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ, എല്ലാ പാപക്കടങ്ങളും പൊറുക്കണമേ. കർത്താവേ, കരുണ 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 വർഷിക്കണമേ. പരിശുദ്ധ അമ്മേ, കരുണയുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയിൽ ശരണപ്പെട്ട് മക്കൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതയാൽ ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കളും നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ ആത്മാക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുക.
വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങൾ ഇല്ല എന്ന് വാദിക്കുന്ന അനേകരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെ. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങളെല്ലാം ഒരു കെട്ടുകഥയാണ്. അതെല്ലാം മനുഷ്യന്റെ ഭാവന സൃഷ്ടിയാണ്, മിഥ്യാസങ്കല്പമാണ് എന്ന് ചിന്തിക്കുന്ന പതിനായിരങ്ങള് ഈ കാലഘട്ടത്തിലുണ്ട്. എന്തിന്? സഭയിൽ പോലും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആയിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. ഇതിനെക്കുറിച്ച് സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1030-31 ഖണ്ഡികയിൽ ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഇതിലൂടെ തിരുസഭ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? 3 കാര്യങ്ങൾ അവിടെ പ്രത്യേകമായി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമതായി, ആരാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ളവര്? ദൈവത്തിന്റെ സൗഹൃദത്തിൽ മരിക്കുന്നവരാണ്. ദൈവവുമായിട്ടുള്ള ഐക്യതയിൽ, കൂട്ടായ്മയിൽ ഈ ലോക ജീവിതത്തിൽ കഴിഞ്ഞവരാണ് ശുദ്ധീകരണ ആത്മാക്കൾ. രണ്ടാമതായി, ദൈവത്തിന്റെ കൃപാവരത്തിൽ മരിക്കുന്നവര്. അവരെ നിത്യം നശിച്ചു പോയ ആത്മാക്കളല്ല. ഈ ലോകത്തിൽ തങ്ങൾ ജീവിച്ചപ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ച ആത്മാക്കളാണ് ശുദ്ധീകരണ ആത്മാക്കൾ. എന്നാൽ എന്താണ് ഇവരുടെ പ്രത്യേകത? മൂന്നാമതായി സഭ പഠിപ്പിക്കുകയാണ്, പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെടാത്തവരാണ് ഇവര്. സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധീകരണം ഇവർക്കില്ല. പൂർണ്ണമായി ഇവർ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ളവരുടെ ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 15-ാം തിരുവചനം. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമുക്കൊക്കെ സുപരിചിതമായ ഒരു തിരുവാക്യമാണിത്. ആരുടെ പണി അഗ്നിക്ക് ഇരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എന്നാൽ അഗ്നിയിലൂടെ എന്ന വണ്ണം അവർ രക്ഷ പ്രാപിക്കും. ഏതാണ് ഈ അഗ്നി? ഇത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്. എബ്രായ പുസ്തകം 12-ാം അധ്യായം 29-ാം വചനത്തിൽ നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആരാണ് നമ്മുടെ ദൈവം? ദഹിപ്പിക്കുന്ന തീയാണ്. തീയാണ് നമ്മുടെ കർത്താവ്. സ്വർഗത്തിൽ ഈ തീ സ്നേഹാഗ്നി ജ്വാലയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് ഈ തീ ശുദ്ധീകരിക്കുന്ന തീയായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിലോ അത് വലിയ സഹനത്തിന്റെയും നഷ്ടത്തിന്റെയും തീയായി അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന തീയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുക, അഗ്നിയിലുടന്നവണ്ണം അവർ ശുദ്ധീകരിക്കപ്പെടും, അവർ രക്ഷപ്പെടും, അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിതരാകും. നമുക്കറിയാം, സ്വർഗരാജ്യ പ്രവേശനം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വെളിപാട് പുസ്തകം 21-27 ദൈവത്തിന് തിരുവെഴുത്ത് പറയാം, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗരാജ്യ പ്രവേശനത്തിന് നമുക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്താണ്?
പരിപൂർണമായ വിശുദ്ധീകരണം. പരിപൂർണമായ വിശുദ്ധീകരണം. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ 10-ാം നൂറ്റാണ്ടിൽ തിരുസഭയിൽ ജീവിച്ച വലിയൊരു വിശുദ്ധനായ പീറ്റർ ഡാമിയൻ. ഈ പീറ്റർ ഡാമിയൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ മരണമടഞ്ഞ് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോയി. എന്നാൽ ഏതാനും നാളുകൾക്ക് ശേഷം വിശുദ്ധനായ പീറ്റർ ഡാമിയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണ പീറ്റർ ഡാമിൻ്റെ സഹോദരി അനുവദിക്കുകയാണ് തൻ്റെ സഹോദരൻ്റെ അരികിലേക്ക് ചെല്ലാൻ. സഹോദരി പീറ്റർ ഡാമിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറയും, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം സഹോദര, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തൻ്റെ സഹോദരിയുടെ ആത്മാവിനെ വിശുദ്ധനായ പീറ്റർ ഡാമിയൻ കണ്ടു കഴിഞ്ഞപ്പോൾ വിശുദ്ധൻ ചോദിച്ചു, നീ ഇത്രയും നാളായിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? അവള് പറഞ്ഞു, ഇല്ല സഹോദര, ഞാൻ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്താണ്. ഉടനെ വിശുദ്ധൻ ചോദിച്ചു, സ്വർഗരാജ്യ പ്രവേശനത്തിന് നിന്നിൽ ഏത് പാപമാണ് തടസ്സമായി നിലകൊള്ളുന്നത്? വളരെ ജ്ഞാനത്തോടു കൂടിയുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ തൻ്റെ സഹോദരി പ്രകാരം പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് മോശമായ ഒരു സംഗീതം ഞാൻ കേട്ടതല്ല കുഴപ്പം, ഞാൻ ആ സംഗീതം എൻജോയ് ചെയ്തു, ഞാൻ അതിൽ ഉല്ലസിച്ചു. എന്നാൽ അത് പാപമായി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല, ഞാൻ അത് ഏറ്റുപറഞ്ഞില്ല. വളരെ ദുഃഖത്തോടുകൂടി വിശുദ്ധന്റെ സഹോദരി ഇപ്രകാരം പറയുകയാണ്, ഈ ഒരൊറ്റ പാപം മൂലം ഞാൻ നാളുകളായി ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുകയാണ്. പക്ഷെ പീറ്റർ ഡാമിയൻ തൻ്റെ ഈ സഹോദരിയുടെ അനുഭവം പങ്കുവെക്കുകയാണ്. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്തായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധനായ പീറ്റർ ഡാമിയന്റെ സഹോദരിയുടെ അനുഭവം എത്ര അർത്ഥവത്താണ്. എൻ്റെ സഹോദരി ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ പരിപൂർണ വിശുദ്ധീകരണത്തിന്റെ ജീവിതം ഈ ലോകത്തിൽ ഞാൻ നിങ്ങളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്നൊരു കാര്യമുണ്ട്. പാപമെന്ന തുരുമ്പാണ് സ്വർഗീയാനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പ് അഗ്നിയിൽ എന്ന പോലെ കത്തി നശിക്കണം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് വിശുദ്ധ കാതറിൻ പറയുന്നത്. പാപമാകുന്ന തുരുമ്പ്, നമ്മുടെ ആത്മാവിന് പൊതിഞ്ഞു നിൽക്കുന്ന ഈ പാപത്തിന്റെ തുരുമ്പ്, അത് സ്വർഗത്തിന്റെ തീയിൽ കത്തി നശിക്കണം. എങ്കിൽ മാത്രമാണ് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് ഒരു ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് അവഗണിക്കപ്പെടുന്ന ആത്മാക്കളാണ് ശുദ്ധീകരണ ആത്മാക്കൾ. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? ഇന്ന് അനേകർക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, പലർക്ക് വിശ്വാസമില്ല, പലർക്ക് ബോധ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് മനുഷ്യരെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാൽ പലർക്കും ഈ സത്യം ബോധ്യപ്പെട്ട് അനേകരെ വളരെ സമർപ്പണത്തോടെ പരിത്യാഗത്തോടെ, പ്രത്യേകിച്ച് ഈ നവംബർ മാസം നമുക്കറിയാം തിരുസഭ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം നമുക്കായി നിയോഗിച്ച് തന്നിരിക്കുന്ന മാസമാണ്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഞാൻ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കേണ്ടത്? എന്താണ് ശുദ്ധീകരണ ആത്മാക്കൾ നമ്മോട് വിളിച്ചു പറയുന്നത്? നമുക്കറിയാം, സഭയിലെ വലിയൊരു വിശുദ്ധനായ ജോൺ മരിയ വിയാനി. ഒരിക്കൽ വിശുദ്ധൻ തൻ്റെ ഇടവക ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾ നമ്മോട് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വിശുദ്ധൻ തൻ്റെ ഇടവക മക്കളെ പഠിപ്പിക്കുകയാണ്. അതിപ്രകാരമാണ്, നമുക്ക് ശ്രദ്ധിക്കാം. ഓ എൻ്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ദുഃഖം
നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം ക്രൂരമായ വേർപിരിയിലാണിത്. ദൈവനീതിയിൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത്. എൻ്റെ മക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ അഗ്നിക്കിടക്കിയിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാകും? രാവും പകലും ഞങ്ങൾ ഇവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. എന്നിട്ട് ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ, ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ ഞങ്ങളെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾക്കാകും. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു. ഓ, എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ജോൺ മരി വ്യാനിയുടെ വാക്കുകളാണിത്. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട വാക്കുകളാണത്. ശുദ്ധീകരണ ആത്മാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ നമ്മൾ അവഗണിക്കരുത്. അവർ നേടിത്തന്ന സുഖങ്ങളും സൗഭാഗ്യങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നത്. അവരെ നമ്മൾ അനാഥമായി വിട്ടുകളയരുതെന്ന് അവർ നിലവിളിയോടെ നമ്മോട് അപേക്ഷിക്കുകയാണ്. ഒന്നാമതായി, എപ്രകാരമാണ് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നത്? വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചുകൊണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്കായി നമ്മൾ ധാരാളം വിശുദ്ധ കുർബാനകൾ അർപ്പിക്കണം. അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാന നിയോഗം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കണം. സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശുദ്ധീകരണ ആത്മാക്കളുടെ വലിയൊരു വിശുദ്ധനാണ് ടൊളാൻഡോയിലെ വിശുദ്ധ നിക്കോളസ്. നിക്കോളസ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ് ഒരു ശുദ്ധീകരണ ആത്മാവ് തന്റെ അരികിലോട്ട് വരുന്നത്. ഫ്രാ പെലിഗിനോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നിലവിളിയോടെ വിശുദ്ധനോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞാനൊരു ശുദ്ധീകരണ ആത്മാവാണ്. ദൈവത്തിന്റെ കരുണ അങ്ങയോട് ഈ പ്രാർത്ഥന യാചിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുകയാണ്. വിശുദ്ധ നിക്കോളസ് ഈ അഭ്യർത്ഥന പ്രകാരം തുടർച്ചയായി 7 ദിവസങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 7 ദിനങ്ങൾക്ക് ശേഷം വീണ്ടും ഫ്രാ പെലഗ്രീനോ എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധനരികിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും, അങ്ങ് അർപ്പിച്ച കുർബാനകൾ അനന്ത യോഗ്യതകളാൽ ഞാനും അനേകം ശുദ്ധീകരണ ആത്മാക്കള് ഞങ്ങൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചു. അപ്പൊ വിശുദ്ധ കുർബാനകൾ എന്തുമാത്രം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി അവർക്കായി നമ്മൾ ചെയ്യേണ്ടത് ധാരാളം കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനകളിലൂടെയാണ്. ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച്, അമ്മ കരുണയുടെ അമ്മയാണ്, കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ ദൈവ കരുണ ഒഴുകപ്പെടുവാൻ ധാരാളം കരുണ കൊന്ത ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. കുരിശിന്റെ വഴി നടത്തി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ ജത്രൂത്ത്. ഒരിക്കൽ കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രകാരം പറഞ്ഞു. ഒരു മനോഹരമായ പ്രാർത്ഥന ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിക്കുകയാണ്. കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്തു. ഈ ഒരു പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ആരെല്ലാം വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അതിനുത്തരമായി ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന 1000 ആത്മാക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദാനമാണിത്. നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സന്തോഷിപ്പിക്കേണ്ട പ്രോമിസാണിത്. ഈ സമയം അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. അറിയാത്ത പലരുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രാർത്ഥനകൾ എഴുതിയെടുക്കണം. എല്ലാ ദിവസവും പല പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിപ്രകാരമാണ് നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള
എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ ഒരു പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലിയപ്പോൾ കർത്താവ് തന്റെ കരുണയാൽ 1000 ശുദ്ധീകരണ ആത്മാക്കളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പൊ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണ്? നമ്മളങ്ങ് പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത് നമ്മുടെ പ്രാർത്ഥനയാണ്. മൂന്നാമത് നമ്മുടെ സഹനങ്ങളാണ്. നമ്മൾ സഹനങ്ങൾ കാഴ്ചവെക്കണം. അനുദിന ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തിരി സ്നേഹത്തോടെ, പിറുപിറുക്കാതെ, പരാതി പറയാതെ, അരിശപ്പെടാതെ ഇതെല്ലാം കൃപകളായി സ്വീകരിച്ച്, ഈ സഹനങ്ങളെല്ലാം കൃപകളായി സ്വീകരിച്ച് നമ്മൾ ആനന്ദത്തോടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈ സഹനങ്ങളിലൂടെ അനേകം ആത്മാക്കളെ ഈശോ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കും. നമ്മുടെ സഹനങ്ങൾ പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ കുറെ പരിത്യാഗങ്ങൾ ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട പലതും നമ്മൾ വർജിക്കുക. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ശുദ്ധീകരണ ആത്മാക്കളുള്ള സ്നേഹത്തെ പ്രതി ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ, ഇഷ്ടപ്പെട്ട ചില സുഖങ്ങൾ, സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വിട്ടുകളഞ്ഞ് ഒരു പരിത്യാഗ അരൂപിയിലോട്ട് വരുമ്പോൾ അതെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വലിയ കൃപയാക്കി കർത്താവ് മാറ്റുകയാണ്. നാലാമത് പ്രിയപ്പെട്ടവരെ, ദാനധർമ്മമാണ്. തോബിയത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ഉം 8-ഉം തിരുവാക്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ദാനധർമ്മത്തിലൂടെ പാപകടങ്ങൾക്ക് വലിയ പൊറുതി കർത്താവ് തരുന്നുണ്ട്. ശുദ്ധീകരണ ആത്മാക്കളുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക. ഇതിനൊക്കെ വലിയ ശക്തിയുണ്ടെന്നേ. ഇത് ചുമ്മാ കെട്ടുകഥകളായി, മുത്തശ്ശി കഥകളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല. നമ്മളിത് സ്നേഹത്തോടെ നിർവഹിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് തന്നെ കരുണയാൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവിടെ തങ്ങളുടെ പിതാവായ യാക്കോബിനെ ചൊല്ലി യാക്കോബിന്റെ മക്കള് 7 ദിവസം ദുഃഖം ആചരിക്കുകയാണ്. യാക്കോബിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ ദുഃഖം ആചരിച്ചു എന്ന് പറയുമ്പോൾ തങ്ങൾ അപ്പന് വേണ്ടി അവർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. വീണ്ടും സംഖ്യയുടെ പുസ്തകം 20-29, അഹരോൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം 30 ദിവസത്തേക്ക് അവനെ ചൊല്ലി വിലപിച്ചു, അവനെ പ്രതി കരഞ്ഞു. അത് അഹരോന് വേണ്ടി അവർ ദുഃഖം ആചരിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നിയമവർദ്ധന പുസ്തകം 34:8 പറയാണ്, മോശ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം അവനെ പ്രതി 30 ദിവസങ്ങൾ വിലപിച്ചു, പ്രാർത്ഥിക്കുകയാണ്. മക്കാബയുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ പാപ പരിഹാര ബലി അർപ്പിക്കുന്ന, അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്ന മനോഹരമായ പ്രാർത്ഥന നമുക്ക് മക്കാബീസ് പുസ്തകത്തിൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളെല്ലാം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ശുദ്ധീകരണ ആത്മാക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുക, അവരെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, നമ്മളവരെ സഹായിക്കുക. ഇനി നമുക്ക് മാത്രമാണ് അവരെ സഹായിക്കാൻ കഴിയുക. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ തുറന്നുള്ള ജീവിതവും പ്രാർത്ഥനയെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ആയിരിക്കട്ടെ. അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസം തലമുറകളിലേക്ക്. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം,